നടൻ അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ച തെലങ്കാന ഹൈക്കോടതി. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് നടന് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, നിലവിൽ അല്പസമയം മുമ്പാണ് അല്ലു അർജുനെ ഈ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് തെലങ്കാന ഹൈക്കോടതി ഉത്തരവായത്. തെലങ്കാന ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡിലേക്ക് വരെ പോകുന്ന നിയമ നടപടികൾ വരെ ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അല്ലു അർജുന് നേരെ നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട് എന്ന് തെലങ്കാന ഹൈക്കോടതി ഒരു നിരീക്ഷണവും നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ ജയിലിൽ കഴിയുന്നതിന് അല്ലെങ്കിൽ റിമാൻഡിൽ പാർപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുനെ ഇടക്കാല ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ് അല്ലു അർജുൻ അറസ്റ്റിലായത്. അല്ലു അർജുന്റെ പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ ആ ഒരു തിക്കും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും കുറച്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത് അല്ലു അർജുന്റെ ബൗൺസർമാരുടെ സംയോജിതമല്ലാത്ത അല്ലെങ്കിൽ മാന്യമല്ലാത്ത പെരുമാറ്റം കൊണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കൂടി ചുമത്തി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കോടതിയിൽ കേസ് പരിഗണിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്തത് എന്തിനെ എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യത്തിന് അല്ലെങ്കിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ നടപടിയെടുക്കേണ്ട സാധ്യത അറസ്റ്റ് നടപ്പായതോടെ ഇല്ലാതായ സാഹചര്യത്തിൽ വീണ്ടും കേസ് പരിഗണിക്കുകയും ജാമ്യം നൽകുകയുമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അല്ലു അർജുനെതിരെ നിലനിൽക്കുമോ എന്ന കാര്യം സംശയമുണ്ട് എന്നൊരു കമന്റാണ്. അത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ കേസിന്റെ നടത്തിപ്പിൽ എന്നതും ഒരു വസ്തുതയാണ്. വിഷ്ണു, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.